ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ദേ ഞാൻ വീണ്ടും വന്നു കേട്ടോ. നമുക്കിന്ന് നമ്മുടെ ചാപ്റ്റർ തീർക്കണം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? എന്നിട്ട് നാളെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണം. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പഠിച്ചോ? എല്ലാവരും പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതെന്ത് പഴ? എല്ലാവർക്കും ഇഷ്ടമാണോ? എന്ത് പഴ? കശുവണ്ടി. എന്ത് രുചിയായാലേ മറ്റേ പഴത്തിന്. എല്ലാവർക്കും ഇഷ്ടമാണോ? എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ആരുടെയും വീട്ടിൽ ഇത് കൃഷി ചെയ്യുന്നവരുണ്ടോ? ആരുടെയും വീട്ടിലുണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ കാണൂലേ? ഇത് പല കളറിലുള്ള അല്ലേ? മഞ്ഞയുണ്ട്, പിന്നെ ഏതാ ചുമപ്പുണ്ട്, പിന്നെയോ വേറെ ഏതെങ്കിലും കളറൊക്കെ ഉണ്ടോ? ഓറഞ്ച് ഉണ്ടല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഫ്രൂട്ട്സിന് ഒരു പേര് പറയുകയാണേ, സ്യൂഡോ ഫ്രൂട്ട്സ്. സ്യൂഡോ ഫ്രൂട്ട്സ്, അതായത് സ്യൂഡോ ഫ്രൂട്ട്സും ഉണ്ട്, ട്രൂ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഈ ട്രൂ ഫ്രൂട്ട്, നമുക്ക് എന്താണ് ട്രൂ ഫ്രൂട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, ഓവറിയിൽ നിന്നും വരുന്ന ആരാണ്? നമ്മുടെ ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് വരുന്നതെങ്കിൽ ആ ഫ്രൂട്ടിന് പറയുന്ന പേരെന്താണെന്നോ? ട്രൂ ഫ്രൂട്ട്. കംസ് ഒൺലി ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ്? ട്രൂ ഫ്രൂട്ട്. ഒന്നും കൂടി പറഞ്ഞ എല്ലാവരും, കംസ് ഒൺലി ഫ്രം ഓവറി. അതിന് പറയുന്ന പേരെന്താണ്? ട്രൂ ഫ്രൂട്ട്. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്, കംസ് ഒൺലി ഫ്രം ഓവറി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്യൂഡോ ഫ്രൂട്ട്. ഇവൻ അല്പൊഴപ്പന. ഇവനെ അതായത് ഓവറിൽ നിന്നും വരും, അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ വേറെ കുറേ പാർട്സ് നമ്മൾ പഠിച്ചില്ലേ, ആ പാർട്സിൽ നിന്നൊക്കെ എന്ത് വരും? ഫ്രൂട്ട് വരും. ഓക്കെ, അവൻ്റെ പേരാണ്, ആ ഫ്രൂട്ടിൻ്റെ പേരാണ് എന്ത്? സ്യൂഡോ ഫ്രൂട്ട്. കംസ് ഫ്രം ഓവറി ആൻഡ് അതർ പാർട്സ് ഓഫ് ഫ്ലവർ. എക്സാമ്പിളാണ് ആര്? നമ്മുടെ കാഷ്യൂനട്ട്. മനസ്സിലായോ? നമ്മുടെ സ്യൂഡോ ഫ്രൂട്ടിന് എക്സാമ്പിളാണ് ആര്? കാഷ്യൂ. പഠിച്ചോ എല്ലാവരും? വേറെ എക്സാമ്പിൾസും ഉണ്ട്. അതായത് നമ്മുടെ ആപ്പിളില്ലേ, ആപ്പിളും ഈ പറയുന്ന നമ്മുടെ തലാമസിൽ നിന്ന് ആപ്പിൾ ഉണ്ടാവും, അതായത് ഫ്രൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ പിയർ എന്ന് പറയുന്ന ഫ്രൂട്ടും നമ്മുടെ തലാമസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓവറിൽ നിന്നും ഉണ്ടാവും, തലാമസിൽ നിന്നും ഉണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് മാംഗോ, ഗുവ, പപ്പായ, കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പുളിയാൽത്തിയ, പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, ആപ്പിൾ, കാഷ്യൂ ആപ്പിൾ, റോസ് ആപ്പിൾ, അങ്ങനെ കുറേ ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രൂട്ട്സൊക്കെ സിമ്പിൾ ഫ്രൂട്ടാണോ, അഗ്രിഗേറ്റ് ഫ്രൂട്ടാണോ, മൾട്ടിപ്പിൾ ഫ്രൂട്ടാണോ, സ്യൂഡോ ഫ്രൂട്ടാണോ തരം തിരിച്ച് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചർ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സിമ്പിൾ ഫ്രൂട്ടിൻ്റെ 2 എക്സാമ്പിൾ പഠിക്കുക. മാംഗോ, പപ്പായ, ഗുവ. എളുപ്പമുള്ളതല്ലേ? ഗുവ എന്താ? പേരയ്ക്കയല്ലേ. അഗ്രിഗേറ്റ് ഫ്രൂട്ടിനും എക്സാമ്പിൾ പഠിക്കുക. കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പുളിയാൽത്തിയ ഫ്രൂട്ട്. അങ്ങനെ നിങ്ങൾക്ക് 2 എക്സാമ്പിൾ പഠിച്ചു വെക്കണതിന് പ്രശ്നമുണ്ടോ? ഇനി മൾട്ടിപ്പിൾ ഫ്രൂട്ടിനും എക്സാമ്പിൾ പഠിക്കുക. നമുക്കറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെ പേര് പഠിച്ചോ. പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്. ഓക്കെ, ഇനി സ്യൂഡോ ഫ്രൂട്ട് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഏതൊക്കെയാണ്? കാഷ്യൂനട്ട്, അതുപോലെ തന്നെ ആപ്പിൾ, റോസ് ആപ്പിൾ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ നിങ്ങൾ ആകെ എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. എക്സാമ്പിൾസ് 2 വെച്ച് എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യം പഠിച്ചോ? അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് എന്തിൻ്റെ എക്സാമ്പിളാണ്? അവനൊരു സ്യൂഡോ ഫ്രൂട്ടാണ്. മനസ്സിലായോ? അപ്പോൾ സ്യൂഡോ ഫ്രൂട്ട് എന്താണെന്ന് എല്ലാവരും പഠിച്ചോ? കംസ് ഫ്രം ഓവറി ആൻഡ് അതർ പാർട്സ് ഓഫ് ഫ്ലവർ. എക്സാമ്പിൾ നിങ്ങൾ ആപ്പിൾ, കാഷ്യൂനട്ട് ഒക്കെ നിങ്ങൾ പഠിച്ചോട്ടോ. ഇനി ഇതെന്ത് രസമല്ലേ? നമ്മുടെ സൂര്യകാന്തി, അതുപോലെ തന്നെ നല്ല ചുമന്ന റോസാപ്പൂ, ബന്ദിപ്പൂ വലിയ തോട്ടത്തിൽ കൃഷി ചെയ്തേക്കുന്നതല്ലേ. അപ്പോൾ എന്ത് രസമാണ്. അപ്പോൾ എന്തിനായിരിക്കും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഓരോ ഫ്ലവേഴ്സും ഇതുപോലെ കൃഷി ചെയ്യുന്നത് എന്താ? ഈ മൂന്നാറൊക്കെ പോകുമ്പോഴേ നമ്മുടെ ഒരു വലിയ സ്ഥലം നിറച്ച് സൂര്യകാന്തി കാണാൻ പറ്റും. ഈ സൂര്യകാന്തിയുടെയൊക്കെ പ്രയോജനം എന്താ? അല്ലെങ്കിൽ ഒരു തോട്ടം നിറയെ ബന്ദിപ്പൂ ഇടണം എന്തിനായിരിക്കും?
അതേലേ, നമ്മുടെ ഓണമൊക്കെ വരുമ്പോൾ ബന്ദിപ്പൂവിന് എന്ത് ഡിമാൻഡാ. നമ്മളെല്ലാം പൂക്കളിടാൻ വേണ്ടി ഈ ബന്ദിപ്പൂ വാങ്ങത്തില്ലേ, അതുപോലെ തന്നെ റോസാപ്പൂക്കൾ വാങ്ങാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മണവാളനും മണവാട്ടിക്കൊക്കെ നമ്മൾ എന്താണ് ബൊക്കെയൊക്കെ കൊടുക്കില്ലേ, അതിനൊക്കെ എന്താണ് ഫ്ലവറിൻ്റെ ആവശ്യമില്ലേ. അതുപോലെ തന്നെ സൂര്യകാന്തിയിൽ നിന്ന് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, നിങ്ങളുടെ വീട്ടിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഇങ്ങനെ വലിയ തോട്ടത്തിൽ നിറയെ ഫ്ലവേഴ്സ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ആ കൃഷിക്ക് പറയുന്ന പേരെന്താണെന്നറിയോ? എന്തായിരിക്കും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലോറികൾച്ചർ. ഓക്കെ, എന്താണ് ഫ്ലോറികൾച്ചർ? അതായത് എന്താണ്? ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ എന്താണ്? കൃഷി. ഓക്കെ, ഇറ്റ് മീൻസ് അതായത് എന്താണ്? ഗ്രോയിങ്, അവരെ വളർത്തുക, ആൻഡ് സെല്ലിങ് ഫ്ലവേഴ്സ്, എന്നിട്ട് എന്ത് ചെയ്യുക? അവരെ വിൽക്കുക. എന്തിനു വേണ്ടിയാ? ഫോർ ഡിഫറെൻറ്റ് യൂസസ് ലൈക്ക് ഡെക്കറേഷൻ, മെഡിസിൻ ഉപയോഗിക്കും, പെർഫ്യൂംസിന് ഉപയോഗിക്കും, ഫെസ്റ്റിവൽസിനൊക്കെ, നമ്മുടെ ഓണം പോലെയുള്ള ഫെസ്റ്റിവൽസിന് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടി. ഈ പെർഫ്യൂമൊക്കെ ജാസ്മിൻ്റെ പെർഫ്യൂം അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കാൻ ഉപയോഗിക്കും, മെഡിസിൻ ഉപയോഗിക്കും, ഡെക്കറേഷൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലോറികൾച്ചർ ഇപ്പം തന്നെ പഠിക്കുക. എന്താണ്? ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലോറികൾച്ചർ, ഫാമിംഗ് ഓഫ് ഫ്ലവേഴ്സ്. എല്ലാവരും പഠിച്ചോ? ഫ്ലോറി എന്ന് കാണുമ്പോൾ തന്നെ എന്താണ്? ഫ്ലവർ, അതിൻ്റെ എന്താണ്? കൃഷി. അപ്പോൾ എല്ലാവരും പഠിച്ചോ? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നാ. വൈ ഈസ് ഇറ്റ് യൂസ്ഫുൾ? അപ്പം നിങ്ങളിവിടെ ഡാർക്കായിട്ട് എഴുതിയ പോയിൻറ്റ്സ് ഇല്ലേ, അത് പഠിച്ചാൽ മതി കേട്ടോ. എന്തിനൊക്കെയാണ്? ഡെക്കറേഷൻ, അതായത് ഇൻ വെഡ്ഡിങ്സ്, ഫങ്ഷൻസ്, ബൊക്കെ കൊടുക്കാനായിട്ട്, അങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ ആ ഡെക്കറേഷൻ എന്ന പോയിന്റ് പഠിച്ചാൽ മതി. ഇനി മെഡിസിൻ, അതായത് സം ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ഇൻ ആയുർവേദിക് ആൻഡ് ഹെർബൽ മെഡിസിൻസ്. ഈ ആയുർവേദമൊക്കെ ഇല്ലേ, അപ്പം അതിലൊക്കെ നമ്മുടെ ഈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യും. പിന്നെ പെർഫ്യൂം, ഫ്ലവേഴ്സ് ലൈക്ക് റോസ്, ജാസ്മിൻ യൂസ്ഡ് ഇൻ സെൻസ്. അപ്പോൾ പെർഫ്യൂം ഉണ്ടാക്കാൻ. ഫുഡ്, സം ഫ്ലവേഴ്സ് ആർ ഈറ്റൺ. ഏതൊക്കെയാണ്? കോളിഫ്ലവർ, ബ്രൊക്കോളി ഓർ യൂസ് ടു മേക്ക് ടീ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളിഫ്ലവറൊക്കെ ഇഷ്ടമാണോ? അപ്പോൾ അതൊക്കെ എന്താണ്? ഫ്ലവർ അല്ലേ. പിന്നെ കൊമേർഷ്യൽ യൂസ്, അതായത് എന്താണ്? അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ടു സെൽ എന്ന് പറഞ്ഞാലും മതി. കൊമേർഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ ടു സെൽ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എല്ലാവരും പറഞ്ഞേ. ഡെക്കറേഷൻ, മെഡിസിൻ, പെർഫ്യൂം, ഫുഡ്, കൊമേർഷ്യൽ. 5 കാര്യങ്ങൾ. എല്ലാവരും ഒന്നും കൂടി പറഞ്ഞ്. ഡെക്കറേഷൻ, പെർഫ്യൂം, ഫുഡ്, കൊമേർഷ്യൽ യൂസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഓർത്തിരിക്കുക. നമ്മൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? ഒരു പെർഫ്യൂം വാങ്ങിച്ചു. പിന്നെ എന്താ വാങ്ങിച്ചേ? പെർഫ്യൂമും വാങ്ങിച്ചു. പിന്നെ നമ്മൾ എന്ത് വാങ്ങിച്ചു? കുറച്ച് മെഡിസിൻസും വാങ്ങിച്ചു. എന്നിട്ട് നമ്മളൊരു കല്യാണത്തിന് പോയി. കല്യാണം, ഡെക്കറേഷൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫ്യൂമൊക്കെ അടിച്ച് കല്യാണത്തിന് പോയി. എന്നിട്ടോ വയറ് നിറച്ച് ഫുഡ് അടിച്ചു. എന്നിട്ട് നമ്മൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? മെഡിസിൻ വാങ്ങിച്ചു. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുമോ? അപ്പോൾ പെർഫ്യൂം, ഡെക്കറേഷൻ, ഫുഡ്, മെഡിസിൻ, കൊമേർഷ്യൽ യൂസ്. അപ്പോൾ ആ ഓർഡറിൽ പഠിച്ചാൽ നമ്മൾ മറന്നു പോവില്ല. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് പെർഫ്യൂമൊക്കെ അടിച്ച് കല്യാണത്തിന് പോയിട്ട് വയറ് നിറയെ ഫുഡ് കഴിച്ച് നിങ്ങൾ പൈസ കൊടുത്ത് എന്ത് വാങ്ങിച്ചു? മെഡിസിൻ വാങ്ങിച്ചു. ഓക്കെ ആണോ? ഇനി ഇതുപോലെ നട്ടുപിടിപ്പിക്കുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നറിയോ? അപ്പം നിങ്ങൾ ആ ഫ്ലവേഴ്സിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം കേട്ടോ. എല്ലാ ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കേണ്ട, ഒരു 4 ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കാവോ? റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, മാരിഗോൾഡ്, ആന്തൂറിയം. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 4 ഫ്ലവേഴ്സിൻ്റെ പേര് പഠിക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഏതൊക്കെയാണ്? റോസ്, ജാസ്മിൻ, സൺഫ്ലവർ, മാരിഗോൾഡ്, ആന്തൂറിയം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യം എല്ലാവരും പഠിച്ചു മിടുക്കരായിട്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നുവെന്നേ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് തീർന്നു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കണം. ഉടനെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും.
ആ ക്വസ്റ്റ്യൻസും പഠിക്കണം. എന്നാലാണ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാവുള്ളൂ. ഈ പ്രാവശ്യം നമ്മൾ ഫുൾ മാർക്ക് വാങ്ങി നമ്മൾ നമ്മുടെ പേരൻസിനെയൊക്കെ ഹാപ്പി ആക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് മനസ്സിലാവണമെങ്കിൽ എല്ലാവരും താഴെ പറയുമോ നല്ല ക്ലാസ് ആയിരുന്നു എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.